ഗുഡ് മോർണിംഗ് അപ്പു. ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയ്ക്ക് സൈക്കിൾ ഓട്ടാൻ അറിയാവോ? പിന്നെ എന്നാ ആ സൈക്കിൾ ഒന്ന് ചവിട്ടിക്കേ. അതിനെന്താ ഇവിടെ പണിക്കണേ ആ സൈക്കിളിൽ കൊണ്ടുവന്ന്. പിള്ളേരെ ഇങ്ങനെ ഈ ദുശീലം ഒന്നും പഠിപ്പിക്കരുത്. അത് സർവാപത്ത ഞാൻ പറഞ്ഞേക്കാം. എലുത്തോണ്ട് പാടോ. ഇവിടെ പണിക്കണേ തനിക്കറിയാവടോ സൈക്കിൾ ചവിട്ടാൻ? ചെറുപ്പത്തിലെ ഞാനൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാ. അങ്ങനെയാ എന്റെ വളർച്ച നിന്ന് പോയത്. ഇത്രയും അപകടം പിടിച്ച ഒരു വാഹനം, ഇതിന്റെ ടയറ് നിലത്ത് മുട്ടാൻ 1/4 ഇഞ്ച് വീതിയേ ഉള്ളൂ. ആകെയുള്ളത് 2 ചക്രവും. വിവേകമുള്ള ആരെങ്കിലും ഇതിന്റെ പുറത്ത് കയറുമോ? അപ്പൊ പിന്നെ ഈ ആളുകളെ കേറുന്നാടോ? അത് പിന്നെ വീണ്ടും വിചാരം ഇല്ലാത്തവർക്ക് എന്താ കാണിക്കാൻ പാടില്ലാത്തത്? എന്നാൽ എനിക്ക് ഇത്തിരി വീണ്ടും വിചാരം കുറവാ. സൂക്ഷിച്ചു. ഹായ്. പപ്പ എന്നെ ഇവിടെ വെച്ചൊന്ന് ചവിട്ടാ പപ്പ. പിന്നെ അതെന്താ 9:30 ബോർഡ് മീറ്റിംഗ്. എന്നാലത് പറഞ്ഞുകൂടാ നിനക്ക്? നാവുമായിട്ട് നിൽക്കുക. വണ്ടി ഇടറോ. അപ്പോ ഞാൻ പോയിട്ടാ. കണക്കായിപ്പോയി. ഇളമീലാന് സൈക്കിളെ കയറായിട്ട് ഇരിപ്പുറക്കണില്ല അല്ലേ? പോടാ. തന്നെയാണോ? പോടാ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്നാ കേട്ടത്. നല്ല ചുട്ടടി വെച്ചു കൊടുക്കേണ്ടതിന്റെ പകരം കൊഞ്ചിക്കുക. അപ്പൂസേ ആപ്പൂസേ എന്നൊക്കെ പറഞ്ഞ് നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മരത്തിൽ കയറിയാണ് കളി. ഇങ്ങോട്ട് ഇറങ്ങ്. അധിക പ്രസംഗി. ഇങ്ങോട്ട് ഇറങ്ങാൻ. സൂക്ഷിച്ച വീഴും. മര്യാദയ്ക്ക് കൂടെ ഇറങ്ങിക്കോ. അടിച്ച് ഞാൻ പൊളിക്കാൻ പറഞ്ഞേക്കാം. മനുഷ്യനായിട്ട് കുരങ്ങ് കളിപ്പിക്കണം. നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒന്നുകിൽ നീ നന്നാവണം, ഇല്ലെങ്കിൽ പണിക്കിന് പുറത്തു പോകണം. എന്താണ് ചാടാൻ? ശ്രീകരം എപ്പോഴായിരുന്നോ? ഒരു 9:30 മണിയായി കാണും. സാർ ആഫീസിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോ. ആദ്യം ഞാൻ വിചാരിച്ചത് വല്ല കരിങ്കല്ലോ മറ്റോ ആണെന്നാ. മുഖത്തെ സ്പർശിച്ചപ്പോഴല്ലേ ചാണാനാണെന്ന് മനസ്സിലായത്. എന്തായിരുന്നു കാര്യം? ചാണാ മുഖത്ത് വന്ന് വീഴുന്നതിന് മുമ്പും പിമ്പും കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. കേട്ടില്ലേ? ഇതാ അവന്റെ ഒരു കളി. ഇതിനെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വന്ന അന്നേ തുടങ്ങി. കുറെ ഗ്ലാസും ട്രേയും ഒക്കെ എടുത്ത് ഒരൊറ്റ കയറി. അത് പിന്നെ അന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടാണെന്ന് പറയാം. ഇന്നിപ്പോ ചാണാ എറിഞ്ഞത്. വേണ്ട, താനൊന്നും പറയണ്ട. അവനെ വെറുപിടിപ്പിക്കാൻ താൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്തോന്ന് ചെയ്തു? താനൊന്നും ചെയ്യാഞ്ഞിട്ടാണോ? പിന്നെ അവൻ ഇവിടെ വരുമ്പോ മാത്രം എങ്ങനെ? സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് വരുമ്പോ ദ മോസ്റ്റ് ഒബീഡിയന്റ് ക്വയറ്റ് ഡിസിപ്ലിൻ സ്റ്റുഡന്റ് എന്നാ. ഇവിടെ വരുമ്പോ നേരെ തലതിരിച്ചു. ഇവിടെ പിന്നെ താനുണ്ടല്ലോ നന്നായിട്ട് നോക്കാൻ. നന്നായിട്ട് നോക്കാനൊന്ന് ശ്രമിച്ചു നോക്കി. എന്നിട്ടിപ്പോ അവൻ എവിടെ? അപ്പുറത്തെങ്ങാനും കാണും. അപ്പോ എന്തോ നാടോ ഇത്? എന്നെ അധിക്ഷേപിക്കാൻ വരച്ചു വെച്ചിരിക്കുക. ഭിത്തിയൊന്നും വരച്ച് വൃത്തികേടാക്കാനും തനിക്കൊന്ന് പറഞ്ഞു കൊടുത്തുള്ള. എന്താ? കുഴി കുഴിച്ച് പേപ്പർ ഇട്ട് മൂടി വെച്ചിരുന്ന് കണ്ടില്ല. എന്താ അപ്പോ ഇത്?
ഡാ അപ്പോ അവിടെ നിൽക്കാൻ അപ്പോ അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഡാ. എന്താ അപ്പോ? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? എന്തിനാ നീ ഇങ്ങനെ കാണിക്കുന്ന? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ തലകുനിച്ച് കയറുന്നു. പറ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? നീ പുറയില്ലല്ലോടാ. ബാലു പിള്ളേരാ അങ്ങനെയൊക്കെ തന്നെയാ. ഇങ്ങോട്ട് വാ. എന്തോ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? ഏ ഈ കുട്ടികളൊന്ന് വെച്ചാ ഇങ്ങനെ ഉണ്ടോ എന്റെ അമ്മണിയമ്മേ? ദേ നിങ്ങൾ വീടിന്റെ പറമ്പിന്റെ കാര്യം നോക്കി നടന്നാ മതി. ചുമ്മാ കൊച്ചിനെ തല്ലുവിളിക്കാൻ നടക്കണ്ട കേട്ടോ. അത് ശരി, ഇപ്പൊ ഇങ്ങനെയായോ? ഇതിപ്പോ പൂരം കാണാൻ പൊൻകുന്നത്ത് പോയ പോലെ ആയല്ലോ എന്റെ അമ്മണിയമ്മേ. താനെന്തുവാ കുറെ നേരോട്ട് എന്റെ അമ്മണിയമ്മേന്ന് തനിക്കെന്തോ ഇതിന് സൂക്കേടാ? കളിച്ച് നടക്കേണ്ട പ്രായമല്ലേ. ഈ വീട്ടിൽ ആരാ അവനൊരു കൂട്ടിന്? അവധി എന്നൊക്കെ പറഞ്ഞു വരുമ്പോ കുട്ടികൾക്ക് എന്തൊക്കെ ആശകൾ കാണും. ബാലുവിനാണെങ്കിൽ ആവശ്യത്തിലേറെ തിരക്കും. അതാ ഞാൻ പറഞ്ഞത്, ആരെയെങ്കിലും ഒരാളെ അപ്പോയിന്റ് ചെയ്യുക. വെക്കേഷൻ കഴിയുന്നത് വരെ അപ്പുവിനൊരു കമ്പനിയാകും. കുറെ കോമിക്സും കുറെ ഇൻഡോർ ഗെയിംസുമായിട്ട് അവരങ്ങ് കഴിഞ്ഞോളും. ആവശ്യത്തിന് ട്യൂഷനും കൊടുക്കും. അതിനിപ്പോ ആരാ പോയിന്റ് ചെയ്യാനാ? 10-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാകുന്നതാ നല്ലത്. കുറച്ച് ചിട്ടയൊക്കെ കാണും. എങ്കിൽ ഗോപൻ തന്നെ ഒരാളെ അപ്പോയിന്റ് ചെയ്ത് വിട്. വേഗം വേണം. വല്ലപ്പോഴും ഒന്ന് അവനോട് ദേഷ്യപ്പെട്ട പിന്നെ ആപ്പഴ ഒരു സങ്കട. ബാലു ദേഷ്യപ്പെടുമ്പോ ബാലുവിനേക്കാൾ 100 ഇരട്ടി സങ്കടം അവന് കാണും. അപ്പുവിന്. ശരിയാ, അമ്മയില്ലാത്ത കുഞ്ഞല്ലേ. അപ്പു അല്ലേ? അപ്പൂസ്. ഞാൻ മീനാക്ഷി. മിന്നൂന്ന് വിളിച്ചോളൂ. അതാ എനിക്കിഷ്ടം. ഞാൻ അപ്പൂസിനെ കാണാൻ വന്നതാ, നോക്കാൻ വന്നതാ. മിന്നു. ആ കൊച്ചു വന്നിട്ടുണ്ട്. ഏത് വെച്ച്? അപ്പുന് നേരെയാക്കാൻ. അപ്പൂന് നേരെ ആക്കണം. അവനെന്താ വളർന്നായിരിക്കുന്നത്? അതല്ല, അപ്പുന് നേരെ ചൊവ്വയാക്കാൻ ഗോപൻ സാറിന്റെ ശുപാർശ കത്തുമായിട്ട് വന്ന ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു പണി തുടങ്ങാൻ വരട്ടെ, അത് സാറുമായിട്ട് വന്ന് കണ്ട് സംസാരിച്ചതിന് ശേഷം തുടങ്ങിയാൽ മതി എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തിയിരിക്കുക. വിട്ടാ പറക്കണ സൈസ. താനൊരു കാര്യം ചെയ്യും. ആ അവളോട് വരാൻ പറ. ഓ ഗുഡ് ഈവനിങ്. എന്താ പേര്? മീനാക്ഷി. മിന്നൂന്ന് വിളിക്കുന്നതാ. മിന്നൂന്ന് വിളിച്ചോളാന്നാ അപ്പു പറഞ്ഞേ. എത്ര വയസ്സായി? 16. ഏതുവരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ഇടയ്ക്ക് നിർത്തിയതാ. ഗോപനെ എങ്ങനെ അറിയാം? അറിയില്ല. ആപ്ലിക്കേഷൻ അയച്ച് ഇന്റർവ്യൂ നടത്തിയിട്ടാ എടുത്തത്. അപ്പു 4th സ്റ്റാൻഡേർഡില്ല. ഇടയ്ക്കൊക്കെ അവൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. ഒരു ട്യൂഷൻ പോലെ. ഓ, പപ്പായുടെ ഇഷ്ടം. അപ്പുന് ലേശം വികൃതിയുണ്ട്. വികൃതിയല്ല, ഒരുതരം ബോറടിയാ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഓ, എന്നെ നോക്കാനല്ല വന്നിരിക്കുന്നത്, അപ്പുനെയാ. മനസ്സിലായോ? ഓ. അതൊക്കെ അങ്ങോട്ട് കൊടു. പോയി വാങ്ങിക്കണോ? ആയിട്ട് നോക്കി നിൽക്കാതെ. അവൻ എന്തൊരു മുഴുക്കാളയാടും. ഒന്ന് പതുക്കെ പറഞ്ഞിട്ട് മനുഷ്യന് വല്ലതും കേൾക്കൂലോ. 40 ദിവസത്തെ അവധിയുണ്ട് അപ്പുന്. അത് 40 മണിക്കൂർ പോലെ കടന്നു പോകണം. അത്ര സന്തോഷവാനായിരിക്കണം അവൻ. ഓ.
ഒരു 3-4 ദിവസം മീനാക്ഷിയുടെ ജോലി എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കും. എല്ലാം ശരിയായെങ്കിലേ ഇവിടെ നിർത്തുള്ളൂ, അല്ലെങ്കിൽ ഉടൻ പറഞ്ഞു വിടും. ഓ വല്ല പാത്രം കഴുകലോ തുണി അലക്കലോ മിറ്റം അടിക്കലോ. ഓ ഓ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം. വൈകിട്ട് 6 മണി വരെ ഇവിടെ ഉണ്ടാവണം. അത് വേണ്ട പപ്പ. ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി എടുത്തോളാം. രാത്രിയും പകലും ഒക്കെ ബാഗും ഉടുപ്പുകളും ഒക്കെ ആയിട്ടാ ഞാൻ വന്ന്. ആ ശരി ശരി, പൊയ്ക്കോ പൊയ്ക്കോ. താങ്ക് യു. ഞാൻ അവളെന്തിനാണ് എന്നെ പപ്പാ പപ്പ എന്ന് വിളിക്കുന്നത്? ഞാൻ അവളുടെ തന്തയാണോ അല്ല അല്ല. എന്ന് പറഞ്ഞ മേലാൽ അങ്ങനെ വിളിക്കരുതെന്ന്. ഉവ്വ, ഉവ്വ. പണിക്കരേട്ടാ, ഈ അപ്പു പറയാ അപ്പുനെ നേരെയാക്കും മുമ്പ് പണിക്കരേട്ടനെയാ നേരെയാക്കണ്ടെന്ന്. ശരിയാണോ? ആരാ 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 പറഞ്ഞേ? ഈ ഈ ഈ അപ്പു. എന്റെ മീനാക്ഷി, ആ കൊച്ചനെ അത് വെടിമരുന്ന. ആരെങ്കിലും ഒന്ന് ചോട്ടിന്ന് തീപ്പെട്ടി വരയ്ക്കാൻ കാത്തിരിക്കുക, പൊട്ടിത്തെറിക്കാം. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, സൂക്ഷിച്ചോ. ആ, തീപ്പെട്ടി ഉരച്ച പൊട്ടുമല്ലേ? ആ പൊട്ടും പൊട്ടും പൊട്ടും. ആ പിന്നെ പപ്പാന്ന് വിളിക്കരുത്. എന്തുവാ? പപ്പാന്ന് വിളിക്കരുതെന്ന് പറയാൻ പറഞ്ഞു മോളിന്ന്. എന്നാ പിന്നെ നിങ്ങളെന്ന് വിളിക്കട്ടെ. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഇഷ്ടവാ, അങ്ങനെയൊക്കെ. ഈ വണ്ടി അധികാലം മുമ്പോട്ട് പോകും തോന്നുന്നില്ല. 3-4 ദിവസം ഒന്നും വേണ്ട, ചിലപ്പോ നാളെ തന്നെ പറഞ്ഞു വിട്ടുന്ന് വരും. ഞാൻ വരട്ടെ. എന്റെ തമ്പുരാനെ, ഈ പണിക്കരെ പോലുള്ള ചെന്നായ്ക്കളുടെ നടുവിൽ നിന്നും കുഞ്ഞാടായ അപ്പുവിനെ കാത്തുകൊള്ളണേ. ആമേൻ. വല്ലാത്ത വീടും വല്ലാത്ത മനുഷ്യരും. ഇതിനിടെ കിടക്കുന്ന അപ്പുമോന്റെ ഒരു ദുർവിധിയെ. ഊതുക? അല്ല, പപ്പ പറയാ അപ്പുമോൻ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യിക്കണമെന്ന്. എന്നെ കൊണ്ട് പറ്റത്തില്ല അതൊന്നും. ബോറ്. പിന്നെന്താ പറ്റുക? നമുക്കടിച്ച് പൊളിക്കാം അപ്പു. ചുമ്മാ കറങ്ങി നടക്കാം. എന്നിട്ട് 40 ദിവസങ്ങൾ 40 സെക്കൻഡ് വരെ സാപ്പിട്ട് കളയാം. പോകാൻ പുറത്ത് അടിച്ചു പൊളിക്കാൻ. അപ്പൂനെ കൊണ്ടുപോയി തലതോർത്തി കിടത്താൻ നോക്കും. വെയിലൊന്നില്ല മഴയൊന്നില്ലാതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. വാ ഇവിടെ. നിന്നോട് പോകാൻ പറഞ്ഞില്ല. എവിടെ പോയിരുന്നത് വരെ? എന്താ ഇത്ര താമസിച്ചത്? ചോദിച്ചു കേട്ടില്ലേ? അപ്പുന് സർക്കസ് കാണാൻ പോണെന്ന് പറഞ്ഞ് പോയിട്ട് തിരിച്ചു വന്നപ്പോ മഴ പെയ്തു. ഒരിടത്ത് കയറിയുന്ന ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച്. പപ്പാന്ന് വിളിക്കരുത്. ഓട്ടോറിക്ഷ ഒന്നും കിട്ടാഞ്ഞപ്പോ അപ്പുവിന്റെ പപ്പ വഴക്ക് പറയുന്ന പേടിച്ച് മഴ നനഞ്ഞു വന്നപ്പോ താമസിച്ചു പോയി. അധികം വിളച്ചെടുക്കരുത്, അധികം അഭിനയിക്കുകയും ചെയ്യരുത്. മറ്റുള്ളവരൊക്കെ വിട്ടികളാണ് ധരിച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ വിളിച്ചു വേണ്ട. സർ, എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല. പിന്നെ ഈ കാണിച്ചതൊക്കെയോ? കൊച്ചിനൊരു കമ്പനിക്ക് വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരിടത്ത് ജോലിക്ക് നിന്ന് പാലിക്കേണ്ട ചില അന്തസ്സുകളുണ്ട്, ചില മര്യാദകളുണ്ട്. അതൊക്കെ ആദ്യം പഠിക്കണം. രാത്രി 8 മണിക്ക് സാരി സാരി നേരിട്, സാരി നേരിട്, സാരി നേരിടാൻ. വന്ന അന്ന് മുതലേ മീനാക്ഷിയുടെ പെരുമാറ്റം എനിക്ക് ഇഷ്ടമായിട്ടില്ല. ആരെ കാണിക്കാനായി ഓവർ സ്മാർട്ട്നെസ്സും തന്നിടും ഒക്കെ? ഞാൻ അന്നേ പറഞ്ഞതാ ഈ വണ്ടി അധികകാലം ഓടൂല എന്ന്. തന്നോട് വലുതും ചോദിച്ചോളൂ. എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞാ ജോലിക്ക് കയറിയത്? 16. സത്യത്തിൽ എത്രയുണ്ട്? 20 21? 22. പിന്നെന്തിനാ കള്ളം പറഞ്ഞത്?
16 വയസ്സുള്ളവർക്ക് ജോലിയുള്ളൂ എന്നറിഞ്ഞപ്പോ അമ്മയെ പറഞ്ഞത് അത്രയൊക്കെ പറഞ്ഞാ മതി, അത്രയൊക്കെ തോന്നുള്ളൂന്ന്. കുറെ കാലമായി അമ്മയുടെ ആശ എനിക്കൊരു ജോലി കിട്ടണമെന്ന്. അതുകൊണ്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പിന്നെ ഇന്റർവ്യൂവിന് ഗോവൻ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബഹളം ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിച്ചാലേ പപ്പയ്ക്കല്ല ബാലുസാറിന് ഇഷ്ടാവൂന്ന്. അത് കഴിഞ്ഞ് അപ്പുവിന്റെ കൂടെ കൂടിയപ്പോ 40 ദിവസം 40 മണിക്കൂറായിട്ട് പോണെങ്കിൽ ഇങ്ങനെയൊക്കെ അല്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ട, അങ്ങ് പിരിഞ്ഞു പോയാ മതി. പപ്പ സാർ, ഇപ്പൊ തന്നെ ആരെങ്കിലും കുട്ടി ഒന്ന് പറഞ്ഞു വിട്ടേക്ക്. ഇത്തിരി ലൂസാണെന്നാ തോന്നുന്നത്. സാർ, 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 ഈ രാത്രി എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. എനിക്ക് ഒരു അവസരം കൊടുത്താ. എനിക്കിപ്പോ സാറിന് മനസ്സിലായി, അപ്പൂനെ മനസ്സിലായി, ഈ വീട് മനസ്സിലായി. ആർക്കും ഒരു പരാതി ഞാൻ ഉണ്ടാക്കില്ല. ഒരു കുഴപ്പം എന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവില്ല. ഒരു അവസരം കൂടി തന്ന് എന്നെ സഹായിക്കൂ പ്ലീസ്. എന്നെ സാറ് ജോലിന്ന് പറഞ്ഞു വിട്ട എന്റെ അമ്മയ്ക്ക് അത് താങ്ങാനാവില്ല. ഞങ്ങൾ പാവങ്ങളാ സാർ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച അതിന് കരയുന്നത് എന്തിനാ? കാര്യം പറഞ്ഞാൽ മതിയല്ലോ. കരഞ്ഞടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയാൻ മാത്രം ഇവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല. പണിക്കരെ, എന്തോ ഈ കുട്ടി 2-3 ദിവസം കൂടെ ഇവിടെ നിന്ന് നോക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ താൻ എന്നോട് പറഞ്ഞാൽ മതി. ശരി. ആ പോട്ടെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പൊ കരഞ്ഞിട്ട് എന്താ കാര്യം? ആശ്വസിക്കൂ, ആശ്വസിക്കൂ, ആശ്വസിക്കൂ. ഇനിയാ ശരിക്കും ശരിക്കും വെടിമരുന്നിന്റെ ചോട്ടിന്ന് തീപ്പെട്ടി ഉരയ്ക്കാൻ പോണത്.